ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. ആ റോഷ്നി മനഃപൂർവ്വം ഋതികയെ ഓഫീസിലിട്ട് പണിയെല്ലാം ചെയ്യിപ്പിച്ച് സമയം ഒരുപാടായി. അങ്ങനെ എല്ലാവരും പോയതിന് ശേഷമാണ് ഋതിക അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഒരുപാട് സമയമായതുകൊണ്ട് ഋതികയ്ക്ക് പോകാൻ വണ്ടിയും കിട്ടിയില്ല. ഋതികയെ കാണാഞ്ഞ് പ്രതാപനും എല്ലാവരും വളരെ സങ്കടത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. ശേഖരൻ ഋതിക അന്വേഷിച്ച് പോകുന്നത് മുകളിലത്തെ ടെറസിൽ നിന്നുകൊണ്ട് നമ്മുടെ രാജു കണ്ട് എന്തോ പന്തികേടുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി രാജു ഓഫീസിൽ വിളിച്ച് നോക്കുമ്പോൾ ഋതിക ഇങ്ങനെ ലേറ്റായിട്ട് പോയ വിവരം ആ സെക്യൂരിറ്റിയിൽ നിന്നും അറിഞ്ഞു. അത് അപകടമാണെന്ന് മനസ്സിലാക്കി നമ്മുടെ രാജു പെട്ടെന്ന് കാറും എടുത്തുകൊണ്ട് ഋതികയെ അന്വേഷിച്ച് പോകുമ്പോൾ രണ്ട് മദ്യപാനികൾ ഋതികയെ ആക്രമിക്കുന്നതാണ് രാജു കാണുന്നത്. രാജു ആ കാറിന്റെ ലൈറ്റ് അവന്മാരുടെ മുഖത്തോട്ട് അടിക്കുമ്പോഴത്തേക്ക് അവന്മാരുടെ കയ്യിൽ നിന്ന് ഋതിയെ കൈവിട്ടങ്ങ് ഓടിപ്പോവാണ്. കാറിനകത്ത് രാജു ഇരിക്കുന്നത് ഋതികയ്ക്ക് അറിയില്ല, ഋതിയെ കണ്ടതുമില്ല. ഋതിക അവിടെ നിന്ന് ഓടുവാണ്. അവന്മാരുടെ കയ്യിൽ നിന്നും ഋതിക രക്ഷപ്പെട്ട് ഓടിയപ്പോൾ അവന്മാർക്ക് ആകെ ദേഷ്യപ്പെട്ട് ഏതവനാടാ അത്. അപ്പോഴേക്കും നമ്മുടെ രാജു കാറിന്റെ ഡോർ തുറന്ന് അവന്മാരുടെ അടുത്തോട്ട് ചെല്ലുവാണ്. സാമൂഹ്യ വിരുദ്ധന്മാരുടെ ശല്യം പൊതുവെ കേരളത്തിൽ കുറഞ്ഞതായിട്ടാണ് അറിവ്. രാജു അങ്ങനെ അവന്മാരോട് ചോദിക്കുമ്പോൾ അതിലൊരുത്തൻ ചോദിക്കുന്നു, ഇതൊക്കെ ചോദിക്കാൻ നീ ആരാടാ? അതിനെന്താ, ഞാൻ ആരാണെന്നൊക്കെ പറയാം, പക്ഷെ അതിനു മുമ്പ് ഒന്ന് പറഞ്ഞേക്കാം, ഇതൊക്കെ കണ്ട പ്രതികരിച്ചു പോകുന്ന ഒരു സാമൂഹ്യ സ്നേഹി. ഇനി രണ്ടാമത്തെ കാര്യം പറയാം. നീയൊക്കെ കയറി പിടിച്ചത് ആരെയാണെന്നറിയാവോ? എൻ്റെ ഭാര്യയെ. അതിന് തക്കതായ മറുപടി തണ്ട അതിലൊരുത്തൻ പറയുന്നുണ്ട്, ഭാര്യയോ? നിന്റെ ഭാര്യയാണെങ്കിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് രാത്രി സഞ്ചരിക്കാൻ പറഞ്ഞു വിടുവോടാ? രാജു ഉടനെ പറയാം, അത് നിങ്ങൾ പറഞ്ഞത് കറക്റ്റാ, പക്ഷെ ഭാര്യയ്ക്ക് ഒറ്റയ്ക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ അപ്പോഴെന്ത് ചെയ്യാൻ പറ്റും? അപ്പോഴൊരുത്തൻ പറയുക, അങ്ങനാണെങ്കിൽ ഇതുപോലെ ഇരിക്കുവടാ. അയ്യോ, ഇതുപോലെ ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മുടെ നാട്ടിൽ പോലീസും നിയമ സംരക്ഷകരും ഒക്കെ ഉള്ളത്. ഏത് പാതിരാത്രിയും സഞ്ചരിക്കാൻ സ്ത്രീകൾക്കുള്ള സ്വാതന്ത്ര്യം ഗൾഫ് രാജ്യങ്ങളിലുണ്ട്. പക്ഷെ ഇവിടെ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നെ പോലെയുള്ള സാമൂഹ്യ വിരുദ്ധന്മാർ അതിന് സമ്മതിക്കുന്നില്ല. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ നിയമപാലകന്മാരെ ആരെയും കാണാത്തതുകൊണ്ട് ഒരല്പ നേരത്തേക്ക് ഞാൻ ആ നിയമം ഒന്ന് കയ്യിലെടുക്കുക. എൻ്റെ ഭാര്യയെ തൊട്ടത് പോരാഞ്ഞിട്ട് ഇവിടെയുള്ള എല്ലാ സ്ത്രീകളുടെയും സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞതിന് ഇന്നാ പിടിച്ചോടാ എന്നും പറഞ്ഞ് നമ്മുടെ രാജുവിൻ്റെ വക ഇടിയും തൊഴിയും ചവിട്ടും എല്ലാം തുടങ്ങിക്കഴിഞ്ഞു. കയ്യിൽ കിടന്ന കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിച്ചു എന്ന് പറഞ്ഞതുപോലെ കയ്യിൽ കിടന്ന കാശ് കൊണ്ട് മദ്യം വാങ്ങിച്ച് കുടിച്ച് അതുപോരാഞ്ഞിട്ട് റോഡിൽ കൂടി ഒറ്റയ്ക്ക് നടന്നു പോയ പെണ്ണിനെ ആക്രമിക്കാനും ശ്രമിച്ചു. അപ്പോഴേ ശിക്ഷ ആവശ്യമാണല്ലോ. രാജുവിൻ്റെ കയ്യിൽ നിന്ന് അടിയും തൊഴിയും വാങ്ങി വല്ല വിധത്തിലും അവന്മാർ ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ രാജു കാറ് എടുത്തുകൊണ്ടങ്ങ് പോയി. നമ്മുടെ ശേഖരൻ അങ്ങനെ ഋതിയെ തിരക്കി പോയതാണല്ലോ. ഋതിയെയും കണ്ടുപിടിച്ച് തണ്ട് രണ്ടുപേരൂടെ വരുക. മോളെ വരാൻ വൈകുമായിരുന്നെങ്കിൽ മോളെ ചെറിയച്ഛനൊരു മെസ്സേജ് അയച്ചാൽ പോരായിരുന്നോ? ഞാൻ വരുമായിരുന്നല്ലോ മോളെ. അത് മാത്രമല്ല, വീട്ടിലാരും ഇങ്ങനെ ടെൻഷനും അടിക്കത്തില്ലായിരുന്നു. ഇപ്പോഴാണ് ഈ മോളുടെ അച്ഛൻ ടെൻഷൻ അടിച്ച് ബാക്കിയുള്ളവർക്ക് ഇരിക്കപ്പുറതി ഇല്ലാതാക്കി. എന്തായാലും ഇന്ന് ചേട്ടന്റെ കയ്യിൽ നിന്ന് നല്ല വഴക്ക് കിട്ടും മോക്ക്. പ്രതാപനും യാമിനിയും ഇങ്ങനെ സങ്കടത്തോടെ റോഡിൽ തന്നെ നോക്കിയിരിക്കുക. എന്തും വരട്ടെ, ആരുടെയെങ്കിലും ഇവിടെ പോന്നെങ്കിൽ പോട്ടെ, ഇനി ആരെങ്കിലും അവളെ കൊല്ലുന്നെങ്കിലെങ്ങ് കൊല്ലട്ടെ എന്നും പറഞ്ഞുള്ള ഭാവത്തിൽ അംബിക നിൽക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ദാണ്ട് ശേഖരനും ഋതികയും വരിക. അംബിക കണ്ടിട്ട് ദാ വരുന്നല്ലോ അവള്. പ്രതാപനും യാമിനി, മോളെ എന്താ ഇത്ര താമസിച്ചത്, എന്താ മോളെ ഉണ്ടായത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഋതിക ഇങ്ങനെ സങ്കടത്തോടെ നിൽക്കുക. പക്ഷെ ഒന്നും പറയാൻ പറ്റുന്നില്ല. പ്രതാപൻ വീണ്ടും ചോദിക്കുന്നു, ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേ? എങ്ങനെ ഓഫീസിൽ നടന്ന കാര്യങ്ങളും വഴിയിൽ വെച്ചുണ്ടായ കാര്യങ്ങളും പ്രതാപനോട് ഋതികയ്ക്ക് പറയാൻ പറ്റുമോ? പ്രതാപൻ അത് താങ്ങുമോ? ഒരിക്കലും അച്ഛൻ വിഷമിക്കുന്നത് അവൾ സഹിക്കില്ലല്ലോ. അതുകൊണ്ട് ഒന്നും പറയാതെ ഋതിക ഇങ്ങനെ നിൽക്കുക. പ്രതാപൻ ചോദിക്കുന്നു, എല്ലാത്തിനും ഒരു നിയമമൊക്കെ ഇല്ലേ മോളെ? ഏത് സ്ഥാപനമായാലും ഇങ്ങനെ പിടിമുറുക്കി പിഴിഞ്ഞ് ജോലി ചെയ്യിപ്പിക്കുന്നത് അത്ര ശരിയുള്ള കാര്യമാണോ? നിന്റെ കമ്പനിയുടെ പേരെന്തോ? അച്ഛാ, അതൊരു ഫാഷൻ ഡിസൈനിങ് കമ്പനിയാച്ചാ. എന്താ അതുകൊണ്ട് ആ കമ്പനിക്ക് പേരില്ലേ? അച്ഛാ. എങ്കിൽ ആ കമ്പനിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആരുടെയെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ ഇങ്ങോട്ടൊന്ന് തന്നേ, ഞാൻ അവരെ ഒന്ന് വിളിച്ച് ചോദിക്കട്ടെ. അച്ഛാ, രാത്രിയായില്ലേ, അവരെയൊക്കെ ഇപ്പൊ വിളിക്കണം. ഇപ്പൊ വിളിച്ചാൽ എന്താ കുഴപ്പം? എന്റെ മകളെ ഇത്രയും നേരം ജോലി ചെയ്യിപ്പിച്ചതിന്റെ ഉത്തരവ് എനിക്ക് കിട്ടണ്ടേ? ഋതിക, നീ ആ നമ്പറിങ് എടുക്ക്. അച്ഛാ, ഞാൻ ലേറ്റായതിന് അവരാരും ഉത്തരവാദികളല്ല. ഞാൻ അവിടെ തുടക്കക്കാരിയല്ലേ. ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഞാൻ തന്നെ കൂടുതൽ സമയം അവിടെ ഇരുന്നതാ. ആദ്യരാത്രി വരെ ജോലി ചെയ്യിപ്പിക്കുന്ന കമ്പനിയിലെ ഇനി എന്റെ മോള് പോവണ്ട. ഉടനെ അംബിക കയറി പറയാ, പ്രതാപ, ഒരു ജോലി ഉടനെ കിട്ടുന്നത് വലിയ പ്രയാസമാണ്. മോളെ ഋതികെ, നാളെയും രാത്രി വരെ ഇരിക്കേണ്ടി വരുമോ? ഞാൻ പറഞ്ഞല്ലോ, എല്ലാം ഒന്ന് പഠിച്ചെടുക്കാൻ വേണ്ടി ഞാൻ മനഃപൂർവ്വം ഇരുന്നതാ. ഇനി മേലിൽ ഞാൻ ഇങ്ങനെ ആവർത്തിക്കില്ല. പക്ഷെ പാവൻ ഋതികയ്ക്കത് പറയാൻ പറ്റില്ലല്ലോ. റോഷിനി അവൾക്ക് കൊടുത്ത 8ന്റെ പണിയാണെന്ന്.
അച്ഛാ പിന്നൊരു കാര്യം, അവിടെ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല, അതുകൊണ്ടാണ് ഞാൻ വിളിച്ച് പറയാതിരുന്നത്. അപ്പോൾ ഋതികയുടെ ഫോണിലോട്ടൊരു സൗണ്ട് വരുന്നു. അത് കണ്ടിട്ട് ഋതിക അങ്ങ് സന്തോഷിക്കുന്നു. അച്ഛാ സാലറി അഡ്വാൻസ് ക്രെഡിറ്റായി 1 lakh. ആ 1 lakh എന്ന് കേട്ടതും അംബിക താണ്ട മുതല വാ തുറക്കുന്ന പോലെ വായും തുറന്ന് നിൽക്കുക. നമ്മുടെ ശേഖരനും യാമിനിക്കും എല്ലാം സന്തോഷമായി. പ്രതാപനും സന്തോഷമുണ്ട്. പക്ഷേ മകളെ ജോലിക്ക് വിടുന്നതിൽ പ്രതാപന് സങ്കടവും ഉണ്ട്. പ്രതാപൻ ഋതിയോട് പറയാ, നന്നായി മോളെ, അതിൽ നിന്ന് കുറച്ച് കാശെടുത്ത് കഷ്ടപ്പാട് അനുഭവിക്കുന്നവർക്ക് കൊടുക്ക്, ബാക്കി മോടെ അക്കൗണ്ടിൽ തന്നെ സൂക്ഷിക്കുക. അങ്ങനെ യാമിനെ ഋതികയും കൂട്ടിയിട്ട് അവരെല്ലാവരോടും അകത്തോട്ട് പോവുക. അംബിക അവിടെ നിൽക്കുക. ആ രക്തരക്ഷസ് പറയുന്നുണ്ട്, ഇനി എൻ്റെ ആവശ്യത്തിന് കറവ പശുവാട്ടി ഇവളെ ആക്കാം. എന്ത് ചെയ്യാനാ, ഗതികെട്ട പുലി പുല്ലും തിന്നും എന്നും പറഞ്ഞ് എന്തൊക്കെയോ കണക്ക് കൂട്ടുന്നുണ്ട് അംബിക. രാജീവ് അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തി അവന്റെ റൂമിൽ നിന്നിങ്ങനെ ഓരോന്നും ആലോചിക്കുക. രാധമ്മ ഓഫീസിൽ വെച്ച് ഋതികയോട് പറഞ്ഞത്, നീ എന്തിനാടി പിന്നെ എൻ്റെ മകന്റെ പിന്നാലെ വരുന്നത്, നിനക്ക് പോയി ചത്തുകൂടേടി. രാജീവ് എന്നിട്ട് കബോർഡിൽ നിന്ന് ഋതികയുടെ ഫോട്ടോ എടുത്തിങ്ങനെ നോക്കി നിൽക്കുക. അവർ പണ്ട് ജീവിച്ചതൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട്. ആ പ്രിയ അങ്ങോട്ട് വന്നിട്ട് രാജുവിൻ്റെ കയ്യിൽ നിന്ന് ആ ഫോട്ടോ തട്ടി അങ്ങ് പറിച്ച്, എന്താടാ ഇത്? രാജു പറയുന്നു, കണ്ടിട്ട് മനസ്സിലായില്ലേ ഫോട്ടോ? ഡാ ഇത് ഫോട്ടോയാണെന്ന് എനിക്ക് മനസ്സിലായി, ഇത് ആരുടേതാണെന്നും എനിക്ക് മനസ്സിലായി. ഇതൊക്കെ എന്തിനാ നീ എടുത്ത് നോക്കുന്നേ? എടാ ചത്ത കൊച്ചിന്റെ ജാതകം എടുത്ത് നോക്കരുത്. ഇതൊക്കെ കഴിഞ്ഞു പോയി. ഈ അയവറക്കലൊക്കെ അങ്ങ് നിർത്തിയാൽ മതി. ഇവൾ ഇത്ര അഹങ്കാരത്തോടെ പറയുമ്പോൾ, രാജു നിനക്ക് വായി നാക്കില്ലേ? ചേച്ചിയുടെ പണി നോക്കിപ്പോയിക്കോന്ന്. ഇതെൻ്റെ കാര്യം, ഇതെനിക്ക് നോക്കാൻ അറിയാവുന്ന. നിനക്കും ഋതികയ്ക്കും പിന്നെ എന്തോ വ്യത്യാസം? നീ ഇങ്ങനെ സഹോദരിയോ അമ്മ സ്നേഹത്തിലും നിൽക്കുന്നു, ഋതിക അച്ഛനോടുള്ള സ്നേഹത്തിലും നിൽക്കുന്നു. രാജു പ്രിയോട് ചോദിക്കുക, ഒരു ഫോട്ടോ നോക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ എനിക്കില്ലേ? എന്തിനാടാ നീ ഇങ്ങനെ താഴാൻ പോകുന്നത്? എടാ നിനക്ക് ഫോട്ടോ നോക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്, പക്ഷെ ഈ വക ഫോട്ടോ ഒന്നും നീ നോക്കണ്ട. ഈ ഫോട്ടോ ആ ഷെൽഫിൽ ഇരുന്നതാ, എന്താണെന്നറിയാൻ വേണ്ടി ഞാൻ എടുത്ത് നോക്കിയതാ. എടാ മണുകുണാനെ, നീ എന്തിനാടാ ഇങ്ങനെ പറയാൻ പോയത്? നിനക്ക് അല്പം പോലും തൻ്റെ ഇടവില്ലേ? ഇതെൻ്റെ ഭാര്യയുടെ ഫോട്ടോയാണ്. നീ ഡിവോഴ്സ് ഒന്നും വാങ്ങിയില്ലല്ലോ ഋതികയായിട്ട്, പിന്നെ നിനക്ക് ധൈര്യത്തെ പറഞ്ഞുകൂടെ? എടാ നീ നോക്കിയതൊക്കെ ശരി, അത് കണ്ടപ്പോൾ നമുക്ക് വേണ്ട ഫോട്ടോ അല്ലെന്ന് മനസ്സിലാക്കിയിട്ട് ഉടനെ അത് കുപ്പത്തൊട്ടിയിലോട്ട് വലിച്ചെറിയല്ലേടാ വേണ്ടത്. നീ പലതും ഓർത്തോ, പക്ഷേ ഇത്തരം ഓർമ്മകളൊന്നും നിനക്ക് വേണ്ട. എന്താ ഇവിടെ ബഹളം എന്നും പറഞ്ഞ് തൻ്റെ അടുത്ത പൊങ്ങച്ചക്കാരി രാധമ്മ അങ്ങോട്ട് വന്നു. ചേച്ചി അനിയനും കൂടെ വഴക്ക് തുടങ്ങി. അമ്മേ, ഞാൻ ഇവന്റെ ആരാ? എടീ പ്രിയെ, നീ ഇത് പതിവായിട്ട് ചോദിക്കുന്ന ചോദ്യമല്ലേ, നീ അവന്റെ ആരാന്ന്? ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു തരണോടി. അമ്മ ദാണ്ട് ഈ ഫോട്ടോ എന്ന് നോക്കിക്കേ, ഇവന്റെ കയ്യിൽ നിന്ന് ഞാനിത് പിടിച്ചെടുത്തതാ. രാധമ്മ ആ ഫോട്ടോയിലോട്ട് നോക്കുമ്പോൾ നമ്മുടെ ഋതികയുടെ ഫോട്ടോ. രാധമ്മയുടെ ആ മുഖത്തെ ആ ഒരു എക്സ്പ്രഷൻ ഒന്ന് കാണണം. അമ്മ തന്നെ പറ, ഇതൊക്കെ കണ്ടാൽ ഞാൻ ശകാരിക്കണോ വേണ്ടയോ? രാജു ഉടനെ പറയുക, ഞാനൊരു 10 വയസ്സുകാരൻ ആൺകുട്ടിയൊന്നും അല്ല ഫോട്ടോ പിടിച്ചു വാങ്ങിയിട്ട് വഴക്ക് പറയാൻ. രാധമ്മ അലറിക്കൊണ്ട് പറ, എന്നാലിത് 10 വയസ്സുകാരൻ്റെ കയ്യിലിരിക്കുന്ന ഫോട്ടോയേക്കാളും അപകടം പിടിച്ചതാ. മനസ്സിലായോടാ നിനക്ക് എന്നും പറഞ്ഞ ഫോട്ടോ കുത്തി ഓടിച്ച് വലിച്ചൊരേറെ രാധമ്മ. ഋതികയുടെ ഫോട്ടോ അങ്ങനെ നുറുകി പൊടിഞ്ഞ് എറിയുന്ന കണ്ടപ്പോൾ രാജു അമ്മേ എന്നിങ്ങനെ വിളിക്കുക. എടാ നിന്റെ ജീവിതത്തിൽ നടന്ന ഇതെല്ലാം ദുസ്വപ്നമാണെന്ന് മാത്രം നീ കണ്ടാ മതി. അമ്മയ്ക്ക് ഒത്താശ പിടിച്ചോണ്ട് പ്രിയ, ഇത്രയൊക്കെ അനുഭവം ഉണ്ടായിട്ടും നിനക്ക് അങ്ങോട്ടൊരു ചാഞ്ചാട്ടം ഉണ്ടെന്ന് എനിക്ക് അറിയാടാ. രാധമ്മ ക്ലാസ് എടുക്കുക. എടാ ആ ചാഞ്ചാട്ടം ഒന്നും വേണ്ട, നീ ഒരു പാവവാ. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊന്നും ഞങ്ങൾ അനുവദിക്കില്ല. ആർക്ക് വേണം രാജു ഇവരുടെ അനുവാദം? നിനക്ക് നാണമില്ലേ ഇത് കേട്ടോണ്ട് നിൽക്കാൻ? അയ്യോ എൻ്റെ അമ്മേ, എത്ര കിട്ടിയാലും ഇവൻ പഠിക്കത്തില്ലല്ലോ. എന്തെല്ലാം ദുരനുഭവങ്ങളാടാ രാജു നമുക്കുണ്ടായത്. ഏതെല്ലാം തരത്തിൽ നാണം കെട്ട്. നിനക്കൊരു അഭിമാനബോധമില്ലേടാ ചെറുക്ക? ആര് പ്രിയ ചോദിക്കുന്ന ചോദ്യവാ. അഭിമാനബോധമുള്ളവളാണോ പണ്ട് ഋതികയുടെ സ്വർണമൊക്കെ മോഷ്ടിച്ചത്? രാജു മനസ്സിൽ പറയാം, എനിക്കെൻ്റെ ഋതുവിനെ അങ്ങനെ മറക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഒരു പൊട്ടിത്തെറി ഉണ്ടാവും. പൊട്ടിത്തെറിക്കട്ടെ രാജു, നിങ്ങൾ ഇറങ്ങി പോകട്ടെ. 10 ദിവസം പട്ടിണി കിടക്കുമ്പോൾ തന്നെ ഇങ്ങ് വന്നോളും. രാധമ്മ വിടാൻ ഒരു പ്ലാനുമില്ല. എടാ പണ്ടങ്ങും നിന്നെ ഞാനിങ്ങനെ ശാസിച്ചിട്ടില്ല, അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇനി നീ അമ്മ പറയുന്നതേ കേട്ടേ പറ്റൂ. പ്രിയ എരിവ് കൂട്ടാൻ തുടങ്ങി. അമ്മയുടെ സ്റ്റാൻഡായിരുന്നു കറക്റ്റെന്ന് എനിക്ക് ഇപ്പോഴാണ് തോന്നുന്നത്. ഞാൻ ഇപ്പോഴും ഓർക്കുക, അന്ന് ഈ കല്യാണത്തിന് അമ്മ എതിര് നിന്നതായിരുന്നു. അന്ന് ഞാൻ അമ്മയുടെ കൂടെ ആയിരുന്നു നിന്നിരുന്നത്. അതായിരുന്നു ശരിയെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. മനസ്സിലായല്ലോടി പ്രിയെ, എന്നാ നിന്റെ പെട്ടിയും കിടക്കെ എടുത്തോണ്ട് നീ അങ്ങ് പോടി അവിടുന്ന്. പിന്നെ അള്ളിപ്പിടിച്ച് എന്തിനാടി നീ അവിടെ കിടക്കുന്നത്? നിന്നെ ചവിട്ടി പുറത്താക്കി അവളെ നിനക്ക് എന്തിനാടാ? ഒരു നിമിഷം പോലും നീ ഇനി അവളെ ഓർത്തു പോയേക്കരുത്. അയ്യോ, രാധമ്മയുടെ ഫൈനൽ താക്കീതാണത്. വാടി ഇങ്ങോട്ട് എന്നും പറഞ്ഞ് ഏട്ടിക്ക് പോട്ടി പോലെ നടക്കുന്ന പ്രിയയും വിളിച്ചോണ്ട് രാധമ്മ പോവുക.
എൻ്റെ രാജു, എൻ്റെ അഭിപ്രായമാണ് ഇതിങ്ങനെ തുടർന്നാൽ നീ ഇങ്ങനെ പോയി കഷ്ടപ്പെട്ട് സമ്പാദിച്ചിട്ടൊന്നും യാതൊരു പ്രയോജനമില്ല. അതൊക്കെ ഈ അമ്മയും മകളും ആഘോഷിച്ച് പെരുപ്പിച്ച് നടന്ന് അഹങ്കരിക്കുവാണ്. നിന്റെ ജീവിതത്തിൽ ഒരു സന്തോഷവും കിട്ടാൻ പോകുന്നില്ല. അംബിക പോലും ഇത്രയും അഹങ്കാരം കാണിച്ചോ എന്നൊരു സംശയം. ഡൈനിങ് ടേബിളിൽ ഫുഡ് കഴിക്കാനായിട്ട് വേണുവേട്ടനും രാധമ്മയും പ്രിയയുണ്ട്. രാധമ്മ വലിയ അധികാരത്തിൽ സെർവൻസിനെ നിങ്ങളിങ്ങോട്ടൊന്ന് വന്നേ, ഫുഡ് വിളമ്പി കൊടുക്കാനാണ് രാധമ്മയ്ക്ക്. കാരണം രാധമ്മയുടെ കൈ കൊണ്ട് ഫുഡ് വിളമ്പിയാൽ കൈ കിടക്കുന്ന വളയെങ്ങാണ് ഊരിപ്പോയെങ്കിലോ. ഉടനെ പ്രിയ നിങ്ങൾ വരണ്ട എന്നും പറഞ്ഞു വിടുക. എന്നിട്ട് രാധമ്മയോട് പറയും, അമ്മേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് കുറച്ച് പ്രൈവസി വേണം, അപ്പോഴാണ് നമ്മൾ പല കാര്യങ്ങളും സംസാരിക്കുന്നത്. നമ്മുടെ വേണുവേട്ടൻ ഇങ്ങനെ അവരെ അതിശയത്തോടെ നോക്കുക. ഇതെൻ്റെ ഭാര്യയും മോളും തന്നെയാണോ എന്നൊരു സംശയമുണ്ട് നമ്മുടെ വേണുവേട്ടൻ്റെ ആ നോട്ടത്തിൽ. നമ്മൾ പറയുന്നതൊക്കെ എന്തിനാമ്മ ഇവളുമാരെ കേൾപ്പിക്കുന്നത്? അയ്യോ ശരിയാ മോളെ നീ പറഞ്ഞത്. മോടെ നെകളിപ്പ് കണ്ടിട്ട് വേണുവേട്ടൻ ചോദിക്കുന്നു, അവൻ എന്തേടി കറങ്ങി നടക്കുമായിരിക്കും. എൻ്റെ ജയേട്ടന് ഉത്തരവാദിത്വമൊക്കെ ഉണ്ട്. എന്ത് ഉത്തരവാദിത്വമാ? എൻ്റെ മോളെ പഠിപ്പിക്കുന്നില്ലേ? അതിന് കൊച്ചിനെ പഠിപ്പിക്കുന്ന അവനാണോടി? അത് ടീച്ചേഴ്സല്ലേ പഠിപ്പിക്കുന്നത്? അവൾ ഹോസ്റ്റലിൽ നിന്നല്ലേ പഠിക്കുന്നത്? ഫീസ് കൊടുക്കുന്ന എൻ്റെ മോനും. പ്രിയയുടെ ഉത്തരം മുട്ടി. രാധമ്മയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല മോളെ അങ്ങനെ പറഞ്ഞത്. അച്ഛനെന്താച്ചാ കഴിക്കാത്തത്? അതേ മോനും കൂടെ വരട്ടെ. രാധമ്മ അതിനിടയ്ക്ക് വെട്ടി വിഴുങ്ങാൻ തുടങ്ങി. പ്രിയ പറയാ, അയ്യോ വിശന്നപ്പം ഞാൻ അവൻ്റെ കാര്യം അങ്ങ് മറന്ന്. അല്ലേലും മറക്കുവടി, നീയൊക്കെ എല്ലാം മറന്നല്ലേ ഇപ്പോൾ ജീവിക്കുന്നത്. കൃത്യം 7:30 മുൻപ് ഫുഡ് കഴിക്കണം. ഇവിടെ എല്ലാവരും അത് പതിവാക്കണം. അപ്പോൾ രാജു ഫുഡ് കഴിക്കാൻ വരുന്നു. ആ നീ വന്നോടാ, ഞാൻ വിളമ്പിത്തരാം. വേണ്ടാമ്മേ, ഞാൻ എടുത്ത് കഴിച്ചോളാം, എനിക്കിപ്പോൾ ഡയറ്റാ എന്നും പറഞ്ഞ് ചപ്പാത്തി മാത്രം ഇങ്ങനെ എടുക്കുന്നുണ്ട്. വിഷമത്തോടെ ഇരിക്കുന്ന വേണുവേട്ടനെ നോക്കിയിട്ട്, അച്ഛൻ കഴിക്കുന്നില്ലേ? അല്ല മോനെ, നീ വരട്ടെ എന്ന് വിചാരിച്ചിരിക്കുക. അമ്മയും മോളും വെച്ച് പെരുക്കുവാണ് എന്തൊക്കെയോ വെറൈറ്റി ഫുഡ് വെച്ച്. രാധമ്മ ആക്രാന്തം മൂത്ത് കഴിച്ചിട്ട് പറയുന്നു, മോനെ നല്ല ചിക്കൻ കറിയും ഫ്രൈ ഒക്കെ ഉണ്ട്, ഞാൻ വിളമ്പിത്തരാം. വേണ്ടെന്നല്ലേ പറഞ്ഞത്? രാത്രി എനിക്ക് ലഘുഭക്ഷണം മതി. വേണുവേട്ടൻ ആകെ ടെൻഷനിലാണ്. വേണുവേട്ടൻ പറയാ, ഈ വലിയ വീട്ടിലെ താമസം എനിക്ക് എന്തോ ഒരു ഞെരുക്കം പോലെ തോന്നുന്നു. രാധമ്മ ഉടനെ, അതെന്താ വേണുവേട്ട അങ്ങനെ പറഞ്ഞേ? അതെ, നമ്മുടെ ആ ചെറിയ വീട്ടിലെ താമസത്തിന് വല്ലാത്ത ഒരു സുഖമുണ്ടായിരുന്നു. സ്വസ്ഥതയായിട്ട് എനിക്ക് ഉറങ്ങാനും കഴിയുമായിരുന്നു. ദേഷ്യത്തോടെ രാധമ്മ, എന്താ ഇവിടെ ഉറങ്ങാൻ പറ്റാത്തത്? അതെനിക്കറിയില്ല രാധേ. ഇവിടെ എല്ലാം ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷെ ഇവിടെ എന്തൊക്കെയോ വിഷമമുള്ളതുപോലെ അകാരണമായ ഒരു നൊമ്പരമാണ് എൻ്റെ ഉള്ളിൽ. എന്താണെന്ന് എത്ര ആലോചിച്ചിട്ട് ഒരു പിടി കിട്ടുന്നില്ല. ആത്മാർത്ഥതയുള്ളത് അവിടെ വേണുവേട്ടനും രാജുവിനും മാത്രമല്ല ഉള്ളു. വേണുവേട്ടന് എന്തൊക്കെയോ ഭയങ്കര ദുഃഖമുണ്ട്. ഈ അമ്മയുടെയും മോടെ ഈ അഹങ്കാരം ഒന്നും വേണുവേട്ടൻ അങ്ങോട്ട് സഹിക്കുന്നില്ല. പെട്ടെന്ന് രാജു അങ്ങ് എഴുന്നേറ്റ്, എടാ നീ മതിയാക്കിയോ? ആ എനിക്ക് മതിയമ്മേ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഡയറ്റാണെന്ന്. രാധമ്മയ്ക്കൊരു പേടി തുടങ്ങി. ഇനി വേണുവേട്ടൻ ഈ വീട് വേണ്ടാന്നും പറഞ്ഞെങ്ങാനും പൊയ്ക്കളയോ. പെട്ടെന്ന് രാധമ്മ, വേണുവേട്ടാ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, വേണ്ടാത്ത അതും ഇതും പറഞ്ഞ് ചെറുക്കനെ വിഷമിപ്പിച്ചേക്കരുത്. അച്ഛൻ്റെയും മകൻ്റെയും മനസ്സ് ഏത് വഴിക്കാ പറക്കുന്നതിനൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇനി അതിവിടെ നടക്കില്ല. പണ്ട് ഞാനൊരു വിട്ടുവീഴ്ച കാണിച്ചതിനാ ഈ അനുഭവിച്ചതൊക്കെ. ഇനി ബലി കൊടുക്കാൻ എനിക്കൊരു മകനില്ല, ഞാൻ പറഞ്ഞേക്കാം എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുവാണ് രാധമ്മ. ഈ അച്ഛനും മകനും ഒരു തൻ്റെടവില്ലാതായി പോയല്ലോ. ഋതിക രാവിലെ കുളിച്ച് പൂജാ റൂമിൽ വന്ന് പ്രാർത്ഥിക്കുവാണ്. ആരും കാണാതെ അവിടെ കഴുത്തിൽ നിന്ന് ആ താലി ഇങ്ങനെ എടുത്ത് ദേവിയെ നോക്കി ഇങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുവാണ്. എൻ്റെ ദേവി, രാജു ഇവിടെ തന്നെ വന്നതും ഇവിടെ ഈ കമ്പനി തുടങ്ങിയതും എനിക്ക് വേണ്ടിയായിരിക്കും അല്ലേ ദേവി? രാജു അങ്ങനെയൊക്കെ പെരുമാറിയാൽ എനിക്ക് വലിയ സങ്കടമാകും. അതെന്നോടുള്ള ദേഷ്യം കൊണ്ടാണോ അതോ മറ്റുള്ളവരുടെ മുന്നിൽ ആക്ട് ചെയ്യുന്നതാണോ? എന്നാലും എൻ്റെ ദേവി എൻ്റെ രാജുവിനെ എൻ്റെ കൺമുന്നിൽ തന്നെ കൊണ്ടുവന്ന് തന്നല്ലോ. പ്രതാപൻ അതുവഴി വരുന്ന കണ്ടുകൊണ്ട് പെട്ടെന്ന് താലിയെടുത്ത് ഋതികയെ അങ്ങ് അകത്തോട്ടിടുവാണ്. എന്തിനാ ഋതികയെ നീ പേടിക്കുന്നത്? നിന്റെ ഭർത്താവ് മരിച്ചു പോയിട്ടില്ലല്ലോ, നിന്നെ ഡിവോഴ്സ് ചെയ്തിട്ടില്ലല്ലോ, പിന്നെ താലി നീ പുറത്തിടുന്നതിൽ എന്തിനാ പേടിക്കുന്നത്? രാധമ്മ ആർക്കോ ഫോൺ ചെയ്യുന്നുണ്ട്. ആഹാ, മിനിസ്റ്റർ ഡൽഹിയിൽ നിന്ന് വന്നിട്ടുണ്ടോ? എങ്കിൽ എല്ലാവരെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരാൻ പറ. വേണുവേട്ടൻ ചോദിക്കുന്ന, ആരോടാണ് ഇത്ര രാവിലെ കത്തി വെക്കുന്നത്? അതേ, കേന്ദ്രമന്ത്രിയുടെ മകളുമായിട്ട് നമ്മുടെ രാജുവിനൊരു കല്യാണാലോചന. വിദേശ രാജ്യങ്ങളിലെ ബിസിനസ് ഐക്കോണോ മറ്റോ ആണല്ലോ നമ്മുടെ മോൻ. അതുകൊണ്ട് മന്ത്രിക്കും മകൾക്കും ഈ കല്യാണത്തിന് താല്പര്യമുണ്ടെന്ന്. അതുകൊണ്ട് അവരെല്ലാവരും കൂടെ നാളെ ഇങ്ങോട്ട് വരുവാണ്. അതെന്തോ നടപാട്? സാധാരണ ഒരു ചെറുക്കന് പെണ്ണാലോചിക്കുമ്പോൾ പെണ്ണിന്റെ വീട്ടിലോട്ട് ചെറുക്കൻ്റെ വീട്ടുകാരല്ലേ പോകാറുള്ളത്? എൻ്റെ വേണുവേട്ട, ആ കേന്ദ്രമന്ത്രി ഒരു പുരോഗമനവാദിയാ. അങ്ങേർക്ക് ഇതിലൊന്നും വിശ്വാസമില്ല. നമ്മുടെ മകനെക്കുറിച്ച് എല്ലാം അറിഞ്ഞുകൊണ്ടാണ് അവർ ആലോചനയായിട്ട് വരുന്നത്. മോൻ്റെ കല്യാണക്കാര്യം പറഞ്ഞപ്പോൾ എന്താ വേണുവേട്ടൻ്റെ മുഖത്തൊരു വാട്ടം? ഇതൊക്കെ വേണോ രാധമ്മേ? ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. എല്ലാം കൊണ്ട് യോജിക്കുവാണെങ്കിൽ ഉടനെ തന്നെ ഈ കല്യാണം അങ്ങ് നടത്തും. എൻ്റെ ദൈവമേ, ഇവിടെ രണ്ടും കൽപ്പിച്ചുള്ള പുറപ്പാടാണല്ലോ. തേണേട്ടാ, ഒരു കാര്യം ഞാൻ വീണ്ടും പറയാ, വന്നു കയറുന്ന മഹാലക്ഷ്മിയെ പുറങ്കാലുകൊണ്ട് ചവിട്ടി തെറിപ്പിച്ച് കളയല്ലേ. എങ്ങനെയെങ്കിലും അവൻ്റെ ജീവിതം ഒന്ന് പച്ച പിടിച്ചോട്ടെ.
എന്താ രാധേ നീ അങ്ങനെ പറഞ്ഞത്? ഇതിനൊക്കെ തടസ്സം നിൽക്കുന്ന ഞാനാണെന്നാണോ നീ പറയുന്നത്? എന്നാലേ ഓരോരുത്തരുടെ മട്ടും ഭാവവും കാണുമ്പോൾ അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും. കേരള മന്ത്രിയുടെ പുറകെ വെറുതെ ചീത്തയും കേട്ടോണ്ട് നടന്ന പോലെയല്ല. ഇനി ഒരു കേന്ദ്രമന്ത്രിയുടെ മരുമകനായിട്ട് എൻ്റെ മോൻ ജീവിക്കണം. എന്നാലേ ഈ രാധമ്മയുടെ പകരം വീട്ടിൽ അവസാനിക്കൂ. ആരോട് പകരം ചോദിക്കാനാടി? ഒറ്റ സെക്കൻഡ് മതി ഈ ശ്വാസം നിലച്ച് നിലത്ത് വീഴാൻ. എന്റെ വേണുവേട്ട, വെട്ടാൻ പോന്ന പോത്തിനോട് വേദം ഓതിയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു ഉറപ്പുമില്ലാത്ത ജീവിതത്തിന് എന്ത് പക, എന്ത് പ്രതികാരം? ദാണ്ട വേണുവേട്ട, വേണുവേട്ടന് വാശിയും വൈരാഗ്യവും ഒന്നും ഇല്ലായിരിക്കും. പക്ഷേങ്കിലേ ഈ രാധമ്മയ്ക്ക് അതുണ്ട്. ഞാൻ ഈ കല്യാണം നടത്തും എന്നും പറഞ്ഞ് രാധമ്മ തന്റെ ദേഷ്യത്തോടെ പോവാ. പിന്നെ കല്യാണം നടത്തും ഞൊട്ടും. ഋതിക തണ്ട് ആഹാരം കഴിക്കാനായിട്ട് വന്നപ്പോൾ അതിനകത്തങ്ങും ചോറുമില്ല, ഒന്നുമില്ല. ഋതിക ഇങ്ങനെ വിഷമത്തോടെ നിൽക്കുമ്പോൾ അംബിക അങ്ങോട്ട് വന്നിട്ട്, എന്താ മോളെ, മോൾ ആഹാരം കഴിച്ചില്ലേ? ഇല്ല. അയ്യോ, എല്ലാവരും കഴിച്ചിട്ട് പോയല്ലോ. ഇവളായിരിക്കും മൊത്തം തീർത്തത്. മോളെ, ഇവിടെ കുറച്ച് ആഹാരം ഉണ്ടായിരുന്നു. രാത്രി ഏറെ ആയില്ലേ, അപ്പം ഞാൻ കരുതി മോളും കഴിച്ചു കാണുമെന്ന്. അതുകൊണ്ട് ഞാൻ അതങ്ങെടുത്ത് കഴിച്ച് ബെസ്റ്റ്. പണ്ടും രാത്രി കട്ട് തിന്നുന്നവളാണല്ലോ ഇവള് നിൽക്കുന്നിടത്ത് ആർക്കെങ്കിലും ഭക്ഷണം കിട്ടുമോ? എന്തിനാണോ ഈ പ്രതാപൻ ഇവളെ ഇവിടെ നിർത്തിയിരിക്കുന്നത്? ഇനി ഇവൻ അധപ്പതനത്തിലോട്ട് പോകാൻ വേണ്ടിയായിരിക്കും. മോളെ, എനിക്കാണെങ്കിൽ ഇപ്പൊ ഭയങ്കര വിശപ്പാ, ഒരാനയുടെ വിശപ്പുണ്ട്. പോയി ആ പൈപ്പിലെ വെള്ളം എടുത്ത് മോന്തി കുടിക്കടി. അങ്ങനെ പറ്റിപ്പോയതാ. എന്നിട്ടവള് മനസ്സിൽ പറയാ, എനിക്ക് അത്രയ്ക്ക് വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. നിന്നെ ഒരു ദിവസമെങ്കിലും നിന്നെ പട്ടിണിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ആഹാരം എടുത്ത് ഞാൻ തന്നെയാണ് ഈ വേസ്റ്റ് തട്ടിയത്. ആ ചൂടുവെള്ളം അവിടെ ഉണ്ടെങ്കിൽ എടുത്ത് അവിടെ മുഖത്തൊഴിക്കടി ഋതികേ. അയ്യോ, മോക്കിപ്പോൾ നല്ലോണം വിശക്കുന്നുണ്ടോ? ആ സാരമില്ല, ഞാനൊരു കാര്യം ചെയ്യാം. യാമിനിയെ വിളിച്ച് ആഹാരം ഉണ്ടാക്കി തരാൻ പറയാം. എന്താടി നിനക്കുണ്ടാക്കിയ? നിന്റെ കയ്യിൽ എന്താ കുരുവാണോ? വേണ്ട, ചെറിയമ്മയെ വിളിക്കണ്ട. ഒരു ദിവസം പട്ടിണി കിടന്നെന്ന് കരുതി ഒന്നും സംഭവിക്കില്ല. കള്ളി അമ്പിക അഭിനയിക്കുക. നമ്മൾ എങ്ങനെ ജീവിച്ചവരാ മോളെ? 4-5 വേലക്കാര്, ഏതു നേരവും മുറ്റത്തും പുറത്തും രാഷ്ട്രീയക്കാരുടെ തിരക്ക്, എല്ലാം തകർന്നില്ലേ? നാട്ടുകാരുടെ കണ്ണിലുണ്ണിയായിരുന്ന മന്ത്രിയാണെങ്കിൽ ഇപ്പൊ അകത്ത്. ഇതൊക്കെ എന്തിനാ ഋതികെ നീ കേട്ടോണ്ട് നിൽക്കുന്നത്? അവളോട് പറഞ്ഞുകൂടെ, നീ അല്ലേടി ഇതിനെല്ലാം കാരണക്കാരിയെന്ന്? അംബിക എന്നിട്ട് മനസ്സിൽ പറയാം, നീ പോയി പട്ടിണി കിടക്കടി. പൊന്നുകൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കി നീ തന്നാലും നീ എനിക്കെന്നും എൻ്റെ ശത്രു തന്നെയാടി. അങ്ങനെ വീടിന് വേണ്ടി അധ്വാനിക്കുന്ന ഋതിക രാത്രി വെള്ളം കുടിച്ച് വിശപ്പകറ്റുക. രാജുവാണെങ്കിൽ ഓഫീസിൽ വെച്ച് രാജു ഋതികയോട് പറഞ്ഞ കാര്യം ഓർക്കുവാണ്. ദൈവമാണ് ഇവളെ എൻ്റെ മുന്നിൽ എത്തിച്ചത്, ഇവളോട് നേരിട്ടുള്ള കണക്ക് ചോദിക്കാൻ. പാവം, എൻ്റെ ഋതികയോട് അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു. രാജു കോൾ മീ സാർ എന്ന് വിളിക്കാൻ ഋതികയോട് പറഞ്ഞതും ഞാൻ അങ്ങനെ വിളിക്കില്ലെന്ന് ഋതിക പറഞ്ഞതും, എന്നാൽ നിന്നെക്കൊണ്ട് ഞാൻ അങ്ങനെ വിളിപ്പിക്കും എന്ന് രാജു തീർത്ത് പറഞ്ഞതും എല്ലാം ഋതിക ഇങ്ങനെ ഓർക്കുവാണ്. എന്നാലും എൻ്റെ രാജു എന്നോട് അങ്ങനെ പെരുമാറിയല്ലോ. എൻ്റെ ദൈവമേ, എത്രയും വേഗം നേരെ ഒന്ന് പുലർന്നാൽ മതിയായിരുന്നു. രാജുവിനെ ഒന്ന് കാണാമല്ലോ. അങ്ങനെ ഋതിക സന്തോഷത്തോടെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. മറുപുറത്ത് നമ്മുടെ രാജു ഋതികയെ കാണാനും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി എന്താണ് ഈ രാധമ്മയുടെ നീക്കം? കേന്ദ്രമന്ത്രിയെ മകളെയും വിളിച്ചു വരുത്തി രാജുവിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ നോക്കുവോ? രാജു എതിർത്ത് പറയുവോ? ഈ രാജുവിനോ വേണുവേട്ടനോ അതിനുള്ള ധൈര്യമുണ്ടോ? ഇനിയെങ്കിലും ഇവർ ധൈര്യം കാണിച്ചില്ലെങ്കിൽ ഇവരുടെ എല്ലാം ജീവിതം തകർന്നു പോകും. അതിനു മുൻപേ രാജു ഒരു തീരുമാനം എടുക്കും എന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് നാളത്തെ റിവ്യൂ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.